ഹായ് ഓൾ, വെൽക്കം ടു സൈലം ടെക്നിക്കൽ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് റെയിൽവേ എഞ്ചിനീയറിംഗിൽ നിന്ന് സ്ഥിരമായിട്ട് കണ്ടുവരുന്ന ഒരു ഭാഗമാണ് ക്രീപ്പ് ഇൻ റെയിൽ എന്ന് പറയുന്നത്. അപ്പോൾ റെയിലിൽ ഉണ്ടാകുന്ന ക്രീപ്പ് എന്ന് പറയുന്ന ഡിഫക്റ്റിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾ പലരും ഇപ്പം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കുന്ന സമയത്ത് ക്രീപ്പിൻ്റെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ക്രീപ്പിൻ്റെ ഡെഫിനേഷൻ തന്നെ എക്സാമിന് ക്വസ്റ്റ്യൻ ആയിട്ട് വരാറുള്ളതാണ്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ക്രീപ്പ്. ഫസ്റ്റ് നമുക്ക് അതാണ് നോക്കാനുള്ളത്. എന്താണ് ക്രീപ്പ് എന്നാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. അപ്പം എന്തിനാണ് ക്രീപ്പ് എന്ന് പറയുന്നത്? നമ്മുടെ റെയിലിനുണ്ടാകുന്ന ലോഞ്ചിറ്റ്യൂഡിനൽ മൂവ്മെന്റിനെ വിളിക്കുന്ന പേരാണ് ക്രീപ്പ് എന്നുള്ളത്. സോ എന്താണ് ക്രീപ്പ്? ലോഞ്ചിറ്റ്യൂഡിനൽ മൂവ്മെന്റ് ഓഫ് റെയിൽ ഇൻ എ ട്രാക്ക്. ഇത് തന്നെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. റെയിലിനുണ്ടാകുന്ന ലോഞ്ചിറ്റ്യൂഡിനൽ മൂവ്മെന്റിനെ വിളിക്കുന്ന പേരെന്താണ് എന്ന് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതെന്താണ്? ഡൊമിനൻ്റ് ആയിട്ട് ട്രാഫിക് ഉള്ള ഡയറക്ഷനിലോട്ട് നമ്മുടെ റെയിലിന് മൂവ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാവും. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്രീപ്പ് എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു ക്രീപ്പ് എന്ന് പറയുന്നത് ഇപ്പം ഒരു റെയിലിൽ മാത്രമല്ല കേട്ടോ, എല്ലാ തരത്തിലുള്ള റെയിലുകളിലും ഈ ക്രീപ്പ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പക്ഷേ ഓരോന്നിലും ഉണ്ടാകുന്ന അതിൻ്റെ എഫക്റ്റ് എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും. ഇപ്പം ചില റെയിൽസിൽ വളരെ ചെറിയ മില്ലിമീറ്റർ ഡിസ്റ്റൻസിൽ മാത്രമേ ക്രീപ്പ് ഉണ്ടാവുന്നുള്ളൂ. എന്നാൽ ചില സ്ഥലങ്ങളിൽ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് സെവറൽ സെൻറ്റിമീറ്റേഴ്സ് ആയി വരെ മാറാം. ഓക്കെ, അപ്പോൾ ഓരോ സ്ഥലത്തും ഉണ്ടാകുന്ന ക്രീപ്പിൻ്റെ വാല്യൂ ഒരുപോലെ ആവണം എന്നില്ല. എല്ലായിടത്തും ക്രീപ്പിൻ്റെ വാല്യൂ ഡിഫറെൻ്റ് ആയിട്ടായിരിക്കും ഉണ്ടാകുന്നുണ്ടായിരിക്കാം. ഓക്കെ, സോ അപ്പോൾ നമ്മളൊരു ട്രാക്കിൽ ക്രീപ്പ് ഉണ്ടായി എന്നുള്ളത് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാനായിട്ട് പറ്റും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഫിഗർ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട് അല്ലേ? ഇവിടെ എന്താ സംഭവിച്ചിട്ടുള്ളത്? ഇതാ ഇവിടെ ഒരു ജോയിൻ്റ്, ഇതാ ഒരു ഗ്യാപ്പ് നിങ്ങൾക്ക് ഇവിടെ കാണുന്നുണ്ട്. രണ്ട് റെയിലുകൾക്കിടയിലുള്ള ഒരു ജോയിൻ്റ് ഇവിടെ നിങ്ങൾക്ക് കാണുന്നുണ്ട്. ദാ രണ്ടാമത്തെ ഫിഗർ നോക്കിയേ. ഇപ്പം നോക്കുമ്പം ഈ ഒരു ജോയിൻ്റ് ഇവിടെ ക്ലോസ്ഡ് ആയിട്ടാണല്ലേ നിങ്ങൾ കാണുന്നത്? ക്ലോസ്ഡ് ആയിട്ടാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ അതായത് എന്താ അതിൻ്റെ അർത്ഥം? നമ്മുടെ റെയിലിന് ലോഞ്ചിറ്റ്യൂഡിനൽ ആയിട്ടുള്ള ഡയറക്ഷനിൽ മൂവ്മെൻറ്റ് സംഭവിച്ചപ്പോൾ ഈ എക്സ്പാൻഷൻ ഗ്യാപ്പ് അല്ലെങ്കിൽ ഈ ഒരു ജോയിൻ്റ് വന്ന് ക്ലോസ്ഡ് ആയി മാറിയിട്ടുണ്ട്. അപ്പം ഇങ്ങനെയാണ് ഒരു ക്രീപ്പിൻ്റെ റിസൾട്ട് നമുക്കൊരു ട്രാക്കിൽ വിസിബിൾ ആയിട്ട് കാണാനായിട്ട് സാധിക്കാം. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ വേറൊരു രീതിയിൽ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ക്രീപ്പ് എങ്ങനെ മനസ്സിലാക്കാം എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ എവിടെ നിന്നാണോ ക്രീപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്? ഇപ്പോൾ ഈ ഒരു ഫിഗർ നോക്കിയേ. ഇപ്പോൾ ഇതാ നിങ്ങൾ വിചാരിക്കുക, ഇവിടെ നിന്നാണ് ക്രീപ്പ് സ്റ്റാർട്ട് ചെയ്തതെന്ന് വിചാരിക്കുക. അപ്പോൾ എന്താ സംഭവിക്കുക? നമ്മുടെ റെയില് ഈ ഒരു എൻഡിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ലോഞ്ചിറ്റ്യൂഡിനലി മൂവ് ചെയ്യാനായിട്ട് തുടങ്ങും. അപ്പോൾ എന്താ, ഇവിടെയുള്ള ഗ്യാപ്പ് കൂടും. എവിടെ നിന്നാണോ ക്രീപ്പ് സ്റ്റാർട്ട് ചെയ്യണേ ആ ഭാഗത്തുള്ള ജോയിൻസിലുള്ള ഗ്യാപ്പ് ഇൻക്രീസ് ആവുകയും എവിടേക്കാണോ ഈ ക്രീപ്പ് പോകുന്നത് അവിടെയുള്ള ജോയിൻറ്റിലുള്ള ഗ്യാപ്പ് കുറയുകയും ചെയ്യും. അങ്ങനെ നോക്കിയിട്ട് നമുക്ക് ക്രീപ്പിനെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ക്രീപ്പിനെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പിന്നെ ക്രീപ്പ് കാരണം നമ്മുടെ റെയിലിൻ്റെ ഫ്ലാഞ്ച് പോർഷനിലൊക്കെ എന്തുണ്ടാവും? കുറേ സ്ക്രാച്ച് മാർക്കുകളൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റാറുണ്ട്. അതിന് റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ജോയിൻറ്റുകളിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ഫിഷ് പ്ലേറ്റുകളും ബോൾട്ടുകളും ഒക്കെ വെച്ചിട്ട് റെയിൽസിനെ തമ്മിൽ കണക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് അല്ലേ? അപ്പോൾ ഇവർക്ക് ഈ മൂവ്മെൻറ്റ് റെയിലിന് മൂവ്മെൻറ്റ് സംഭവിക്കുന്ന സമയത്ത് ഈ പറയുന്ന ബോൾട്ടിൻ്റെയും പ്ലേറ്റിൻ്റെയും ഒക്കെ ഒരു സ്ക്രാച്ചിങ് കാരണം നമ്മുടെ റെയിലിൻ്റെ സർഫസിൽ ഇതുപോലെയുള്ള സ്ക്രാച്ച് മാർക്സ് ഒക്കെ നമുക്ക് വിസിബിൾ ആവാറുണ്ട് കേട്ടോ. ദ ക്രീപ്പ് ഈസ് ഇൻഡിക്കേറ്റഡ് ബൈ ദ ഓപ്പണിംഗ് ഓർ ക്ലോസിംഗ് ഓഫ് ജോയിൻറ്റ് ഓർ ബൈ മാർക്ക് ഓൺ ദ റെയിൽ ഫ്ലാഞ്ച് മെയ്ഡ് ബൈ ദ സ്പൈക്ക്. ഓക്കെ, അപ്പോൾ ഇതാണ് ക്രീപ്പിൻ്റെ ഒരു ഇൻഡിക്കേഷൻ ആയിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റുക. ഇനി ഈ ക്രീപ്പിനെ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാം? ഓക്കെ, അപ്പോൾ പ്രധാനമായും നമുക്ക് 3 തിയറികളെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് ക്രീപ്പിനെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. ഏതൊക്കെയാണ് ആ 3 തിയറികൾ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും അല്ലേ? ഏതൊക്കെ തിയറി യൂസ് ചെയ്ത് നമുക്ക് ക്രീപ്പിനെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് സാധിക്കും? നമുക്ക് വേവ് തിയറി ഉപയോഗിച്ചുകൊണ്ട് ക്രീപ്പിനെ പറയാം, ഡിഫൈൻ ചെയ്യാം. പെർക്കഷൻ തിയറി യൂസ് ചെയ്തുകൊണ്ട് ക്രീപ്പ് ഡിഫൈൻ ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ഡ്രാഗ് തിയറി ഉപയോഗിച്ചുകൊണ്ടും ക്രീപ്പിനെ ഡിഫൈൻ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ക്രീപ്പ് ഡിഫൈൻ ചെയ്യുന്നത് 3 തിയറിയാണ് നമുക്ക് പഠിക്കാനുള്ളത്. വേവ് തിയറിയുടെ ബേസിലുള്ള ക്രീപ്പ് പറയാം, പെർക്കഷൻ തിയറിയുടെ ബേസിലുള്ള ക്രീപ്പ് നമുക്ക് പറയാം, ഡ്രാഗ് തിയറിയുടെ ബേസിലുള്ള ക്രീപ്പും നമുക്ക് പറയാവുന്നതാണ്. ഓക്കെ, സോ നമ്മളിനി ആദ്യത്തെ വേവ് തിയറിയുടെ ബേസിലുള്ള ക്രീപ്പ് എന്താണ് എന്ന് പറയാനായിട്ട് പോവാണ്. ഓക്കെ, സോ വേവ് തിയറിയുടെ ബേസിൽ ക്രീപ്പ് പറയുമ്പം ഇങ്ങനെയാണ്. ഒരു റെയിലിലൂടെ നമ്മുടെ വീല് കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ.
അപ്പോൾ ഈ വീല് കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ വീല് വരുന്ന ഭാഗത്തുള്ള റെയിലിന് താഴത്തോട്ട് ഒരു ഡിഫ്ലക്ഷൻ സംഭവിക്കുന്നുണ്ട്. നോക്കിയേ, നിങ്ങളിവിടെ ഈ ഒരു ഫിഗർ നോക്കിയേ, ദാ ഈ കാണുന്നതാണ് നമ്മുടെ റെയില്. ഓക്കെ, ഈ റെയിലിൽ നമ്മുടെ വീല് വന്നപ്പോൾ ആ വീല് വന്ന് ടച്ച് ആകുന്ന ഭാഗത്ത് ഒരു ഡിഫ്ലക്ഷൻ നമ്മുടെ റെയിലിന് സംഭവിക്കുന്നുണ്ട്. അപ്പോൾ വീല് വന്ന് ടച്ച് ആകുന്ന ഭാഗത്ത് ഒരു ഡിഫ്ലക്ഷൻ ഉണ്ടാക്കിയപ്പം ആ വീലിൻ്റെ രണ്ട് സൈഡിലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ലിഫ്റ്റ് ഉണ്ടാകുന്നുണ്ട്. അതായത് നമുക്ക് പറയാം, ഒരു റെയിൽ സെക്ഷനിൽ വീൽ ലോഡ് വരുന്ന സമയത്ത് അത് ഡൗൺവേർഡ് ഡയറക്ഷനിലേക്ക് ഒരു ഡിഫ്ലക്ഷൻ ഉണ്ടാക്കുന്നുണ്ട്. സോ ആ ഡിഫ്ലക്ഷൻ കാരണം ഒരു റിവേഴ്സ് കർവ് നമ്മുടെ റെയിൽസിൽ ഫോം ചെയ്യുന്നു. കണ്ടോ, ഇതുപോലെ ഒരു റിവേഴ്സ് കർവ് നമ്മുടെ റെയിലിൽ ഫോം ചെയ്യുന്നു. അപ്പം ഈ വീല് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എന്താ ഉണ്ടാവുക, മുന്നോട്ട് പോകും തോറും ഈ ഡിപ്രഷൻ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടേയിരിക്കും അല്ലേ. ഇപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഇപ്പോൾ ഇതാ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ടിരുന്ന ട്രാക്ക് ആയിരുന്നു. സോ ആദ്യം ഇവിടെ വീല് വന്നപ്പം ഈ ഒരു പോർഷൻ ഇങ്ങനെ ഡിപ്രസ്ഡ് ആയി. അപ്പം ഇതിൻ്റെ രണ്ട് സൈഡിലുള്ള ഭാഗത്ത് ഇതുപോലെ പ്രൊജക്ഷൻ വന്നു. ഇനി എന്താ ഉണ്ടായത്, ഈ വീല് ഇവിടെ നിന്ന് മാറി, ഇവിടെ നിന്ന് മാറി വീലിതാ തൊട്ടടുത്ത പൊസിഷനിലെത്തിയേ, വീലിതാ ഈ പൊസിഷനിലെത്തി. അപ്പം എന്താ ഉണ്ടാവുക, അവിടെയുള്ള റെയിലിൻ്റെ പോർഷന് ഡിപ്രഷൻ സംഭവിച്ചു, തൊട്ടടുത്ത രണ്ട് പോർഷന് എന്ത് സംഭവിച്ചു, പ്രൊജക്ഷൻ സംഭവിച്ചു. അപ്പോൾ നേരത്തെ ഡിപ്രസ്ഡ് ആയിട്ടുള്ള ഭാഗം ഇപ്പം അതിൻ്റെ ഒറിജിനൽ ആയിട്ടുള്ള പൊസിഷനിലോട്ട് തിരിച്ചു വന്നിട്ടും ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ നമ്മുടെ വീല് മൂവ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഈ റിവേഴ്സ് കർവും നമ്മുടെ ഈ ഒരു വീലിൻ്റെ മൂവ്മെൻറ്റിനനുസരിച്ച് എന്ത് സംഭവിക്കുന്നുണ്ട്, ഇതും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ ഈ ഒരു വേവ് മോഷൻ കാരണം നമ്മുടെ റെയിലിന് ഒരു ലോഞ്ചിറ്റ്യൂഡിനൽ മൂവ്മെൻറ്റ് ഉണ്ടാകുന്നു അല്ലെങ്കിൽ ഈ വീല് പോകുന്ന അതേ ഡയറക്ഷനിൽ നമ്മുടെ റെയിലിന് ഒരു മൂവ്മെൻറ്റ് ഉണ്ടാകുന്നുണ്ട്. അതിനെയാണ് നമ്മൾ വേവ് തിയറിയുടെ ബേസിലുള്ള ക്രീപ്പ് തിയറി ആയിട്ട് പറയുന്നത്. വേവ് തിയറിയുടെ ബേസിലുള്ള ക്രീപ്പായിട്ട് നമ്മൾ അതിനെയായിരിക്കും പറയുന്നുണ്ടാവുക. കാര്യം മനസ്സിലായില്ലേ, നമ്മുടെ റെയിലിലൂടെ വീല് പോകുന്ന സമയത്ത് വീല് റെയിലിൽ കോണ്ടാക്റ്റിൽ വരുമ്പോൾ അവിടെ ഒരു ഡിഫ്ലക്ഷൻ, ഡൗൺവേർഡ് ഡയറക്ഷനിലേക്ക് ഒരു ഡിഫ്ലക്ഷൻ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഈ ഡിഫ്ലക്ഷൻ്റെ തൊട്ടടുത്തുള്ള, അതായത് വീലിൻ്റെ തൊട്ടപ്പുറത്തും ഇപ്പുറത്തും എന്താ ഉണ്ടാവുന്നത്, ഒരു ലിഫ്റ്റ്, റെയിലിന് ഒരു ലിഫ്റ്റാണ് സംഭവിക്കുന്നത്. അതൊരു റിവേഴ്സ് കർവാണ് അവിടെ ഫോം ചെയ്യുന്നത്. വീല് മുന്നോട്ട് പോകുമ്പോൾ ഈ റിവേഴ്സ് കർവും വീലിനൊപ്പം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാകുന്ന ക്രീപ്പിനെ നമുക്ക് വേവ് തിയറിയുടെ ബേസിലുള്ള ക്രീപ്പായിട്ട് പറയാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ അത് മനസ്സിലായല്ലോ. ഇനി ഇവിടെ പറയാം, നമ്മൾ ഈ പറയുന്ന വേവ് തിയറിയുടെ ബേസിൽ ക്രീപ്പ് പറയുമ്പം അവിടെ ഫോം ചെയ്യുന്നത് വേവ് ആണ് അല്ലേ, അല്ലെങ്കിൽ ഒരു റിവേഴ്സ് കർവാണ് അവിടെ ഫോം ചെയ്യുന്നത്. ആ ഫോം ചെയ്യുന്ന കർവിൻ്റെ അല്ലെങ്കിൽ വേവിൻ്റെ പിച്ച്, അതുപോലെ ഡെപ്ത് എന്നൊക്കെ പറയുന്നത് എന്തിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുക എന്ന് ചോദിച്ചാൽ പ്രധാനമായും 3 കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ഈ പറയുന്ന നമ്മുടെ റെയിലിൽ ഫോം ചെയ്യുന്ന വേവിൻ്റെ പിച്ചും അതുപോലെ തന്നെ എന്താണ് ഡെപ്തും ഡിപ്പെൻഡ് ചെയ്യുന്നത്. എന്തിനൊക്കെയാണ്, ട്രാക്ക് മോഡുലസിനെ അത് ഡിപ്പെൻഡ് ചെയ്തിരിക്കും, സ്റ്റിഫ്നെസ് ഓഫ് ദ റെയിൽ സെക്ഷനെ അത് ഡിപ്പെൻഡ് ചെയ്തിരിക്കും, അതുപോലെ തന്നെ സ്റ്റെബിലിറ്റി ഓഫ് ദ ഫോർമേഷൻ, ആ ഫോർമേഷൻ്റെ സ്റ്റെബിലിറ്റിയെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഈ 3 കാര്യങ്ങളെയും ബേസ് ചെയ്തുകൊണ്ടായിരിക്കും എന്ത് ഫോം ചെയ്യുന്നുണ്ടാവുക, അവിടെ ഫോം ചെയ്യുന്ന വേവിൻ്റെ പിച്ചും അതുപോലെ തന്നെ ഡെപ്തും ഇരിക്കുന്നുണ്ടാവുക കേട്ടോ. പിച്ചും ഡെപ്തും ഇരിക്കുന്നുണ്ടാവുക ട്രാക്ക് മോഡുലസിൻ്റെയും സ്റ്റിഫ്നെസ്സിൻ്റെയും അതുപോലെ സ്റ്റെബിലിറ്റിയുടെയും ബേസിലായിരിക്കും ഇരിക്കുന്നുണ്ടായിരിക്കാം. ഓക്കെ, അപ്പോൾ ഇനി ഈ പറയുന്ന വേവ് മോഷൻ കാരണമുള്ള ക്രീപ്പ് ഒരു ട്രാക്കിൽ ഉണ്ടാവാനുള്ള റീസൺസ് എന്തൊക്കെയാണെന്നുള്ളതാണ് നെക്സ്റ്റ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു, നമ്മൾ ഫോം ചെയ്യുന്ന വേവിൻ്റെ പിച്ചിനെയും ഡെപ്തിനെയും ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു. ഇനി ഇതുപോലെ വേവ് മോഷൻ കാരണം ഉണ്ടാകുന്ന ക്രീപ്പിനെ എങ്ങനെയൊക്കെ നമുക്ക് റെഡ്യൂസ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ നെക്സ്റ്റ് നോക്കാനായിട്ട് പോകുന്നത്. അതിനെ റെഡ്യൂസ് ചെയ്യാനായിട്ട് മെയിനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നല്ല ആങ്കുലാർ ആൻഡ് ഹെവി ആയിട്ടുള്ള സ്റ്റോൺ ബല്ലാസ്റ്റുകൾ ഉപയോഗിക്കുക. ഇതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് കേട്ടോ. നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഹെവി ആയിട്ടുള്ള ബല്ലാസ്റ്റുകളെ ഉപയോഗിക്കുക. ഓക്കെ, അപ്പോൾ നല്ല പ്രോപ്പർ ആയിട്ടുള്ള പാക്കിങ് നമ്മുടെ റെയിൽസിൻ്റെയും സ്ലീപ്പറിൻ്റെയും ഒക്കെ താഴെ ഉണ്ടാവും. ഓക്കെ, ഇൻ്റർലോക്കിങ് കൂടുതലായിട്ട് ഉണ്ടാവും. പിന്നെ പറയുന്നത് നല്ല ഹെവിയർ ആയിട്ടുള്ള റെയിൽ സെക്ഷൻസ് കൊടുക്കുക. ഇതുപോലെ ട്രെയിനിൻ്റെ വീല് വരുമ്പോൾ ഇതുപോലെ ഡിഫ്ലക്ഷൻ ഉണ്ടാവാതെ നല്ല ഹെവിയർ ആയിട്ടുള്ള റെയിൽ സെക്ഷൻസ് പ്രൊവൈഡ് ചെയ്യാം. അതുപോലെ സ്ലീപ്പറുകൾ തമ്മിലുള്ള സ്പേസിങ് കുറയ്ക്കാം. സ്ലീപ്പേഴ്സിനിടയിലുള്ള അകലം കുറയ്ക്കുമ്പോൾ
അകലം കുറച്ച് കഴിഞ്ഞാൽ ഇതുപോലെ നമ്മുടെ റെയിലിൽ ഇതുപോലെ ഒരു ഡൗൺവേർഡ് ഡിഫ്ലക്ഷൻ ഉണ്ടാവാനുള്ള സാധ്യതകൾ അത് റെഡ്യൂസ്ഡ് ആക്കും. ഓക്കെ, ദെൻ അതുപോലെ തന്നെ ട്രാക്കിൻ്റെ സ്റ്റിഫ്നെസ് ഇൻക്രീസ് ചെയ്യാം. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന വേവ് മോഷൻ കാരണം ഉണ്ടാകുന്ന ക്രീപ്പ് നമുക്കൊരു ട്രാക്കിൽ ഒരു പരിധി വരെ റെഡ്യൂസ് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് നമുക്ക് ആദ്യത്തെ വേവ് തിയറിയുടെ ബേസിലുള്ള ക്രീപ്പിനെ കുറിച്ച് പറയാനുള്ളത്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ പറയാനായിട്ട് പോകുന്നത് പെർക്കഷൻ തിയറിയുടെ ബേസിലുള്ള ഒരു ക്രീപ്പിനെ കുറിച്ചാണ്. സോ ഫസ്റ്റ് തന്നെ എവിടെയാണ് ഈ പെർക്കഷൻ തിയറിയുടെ ബേസിലുള്ള ക്രീപ്പ് ഉണ്ടാകുന്നത് എന്ന് ചോദിച്ചാൽ റെയിൽ ജോയിന്റുകളിലാണ് നമുക്ക് പെർക്കഷൻ തിയറിയുടെ ബേസിലുള്ള ക്രീപ്പിനെ കാണാനായിട്ട് സാധിക്കാം. ഓക്കെ, എങ്ങനെയാണ്? റെയിലിൻ്റെ ജോയിന്റിൽ നമ്മുടെ വീല് വന്ന് വീഴുകയാണ് നിങ്ങൾ വിചാരിക്കുക. ഓക്കെ, ഇതാ ഇവിടെ നിങ്ങൾക്ക് ഫിഗർ കാണുന്നുണ്ട് അല്ലേ. സോ ഈ ഒരു ജോയിന്റിലോട്ട് നമ്മുടെ വീല് വരുന്ന സമയത്ത് ഈ വീല് ഈ റെയിലിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കും, സഡൻ ആയിട്ട് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുമ്പോൾ ഇത് ഈ രണ്ട് റെയിലിനിടയ്ക്ക് ഒരു ഗ്യാപ്പാണ് അല്ലേ. അപ്പം കോമൺ ആയിട്ട് അല്ലെങ്കിൽ എന്താണ് ജനറലി നമ്മുടെ വീല് ഈ പറയുന്ന റെയിലിൽ വന്ന് വീഴുമ്പം ഈ റെയിൽ സ്വാഭാവികമായും ഒന്ന് താഴോട്ട് ഡിപ്രസ്ഡ് ആവാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ ഈ രണ്ട് റെയിലുകൾക്ക് ഇടയിലുള്ള ലെവൽ എന്ന് പറയുന്നത് ചേഞ്ച് ആവും. ഇപ്പോൾ രണ്ട് റെയിൽ ഒരുമിച്ചിട്ടായിരുന്നു, ഈ റെയിലിൽ വന്ന വീല് വീണപ്പോൾ ജസ്റ്റ് ഇതൊന്ന് ഡിപ്രസ്ഡ് ആയപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും ഇടയിലുള്ള ലെവലിൽ ഡിഫറൻസ് വരാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല നമ്മുടെ വീല് ദെൻ ഈ റെയിലിൽ നിന്ന് ചാടി മറ്റേ റെയിലിലോട്ട് കടന്നു. ഓക്കെ, അതിനുശേഷം മറ്റേ റെയിലിലോട്ട് കടക്കുന്ന സമയത്ത് അത് എവിടെയും ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ട്, രണ്ടാമത്തെ റെയിലിലും ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ഇമ്പാക്റ്റ് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാ നിങ്ങൾ ഈ ഒരു ഫിഗർ നോക്കിയേ. നമ്മുടെ ഇതാ വീല് ഈ ഒരു റെയിലിൽ ഒന്നാമത്തെ റെയിലിൽ നിന്ന് രണ്ടാമത്തെ റെയിലിലേക്ക് ഈ ഒരു ജോയിന്റ് ത്രൂ കടക്കുന്ന സമയത്ത് ഇത് ഈ റെയിലിൻ്റെ ഈ ഒരു എൻഡിൽ ഒരു ഫോഴ്സ് ഇൻഡ്യൂസ് ചെയ്യുന്നുണ്ട്, ഒരു സ്ട്രൈക്കിംഗ് എഫക്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. ആ സ്ട്രൈക്കിംഗ് എഫക്റ്റിൻ്റെ റിസൾട്ടായിട്ട് അല്ലെങ്കിൽ ആ ഒരു ഫോഴ്സിൻ്റെ ഇഫക്റ്റായിട്ട് അവിടെ രണ്ട് ഫോഴ്സുകൾ, ഒരു ഹൊറിസോണ്ടൽ കമ്പണൻറ്റ് ഫോഴ്സും വെർട്ടിക്കൽ കമ്പണൻറ്റ് ഫോഴ്സും ഉണ്ടാക്കും. ആ വെർട്ടിക്കൽ കമ്പണൻ്റ് ആണ് നമ്മുടെ വീലിനെ, നമ്മുടെ റെയിൽ താഴ്ത്തോട്ട് ഡിപ്രസ്ഡ് ആവാനുള്ള കാരണമാവും. മാത്രമല്ല അവിടെ ഫോം ചെയ്യുന്ന ഹൊറിസോണ്ടൽ കമ്പണൻറ്റ് എന്ന് പറയുന്നത് നമ്മുടെ റെയിലിൻ്റെ ഫോർവേഡ് മൂവ്മെൻറ്റിനും കാരണമായിട്ട് മാറും. ഓക്കെ, ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ചിന്തിക്കേണ്ട, സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇങ്ങനെ ആലോചിച്ചാൽ മതി. നമ്മുടെ ട്രെയിനിൻ്റെ റെയിലിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഈ ഒരു ജോയിന്റിൽ നമ്മുടെ വീല് വന്ന് വീഴുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ഈ വീല് വന്ന് വീഴുന്ന സമയത്ത് നമ്മുടെ റെയിൽസ് താഴത്തോട്ട് ഒന്ന് ബെൻഡ് ആവുകയും അതോടുകൂടി തന്നെ നമ്മുടെ വീല് പോകുന്ന അതേ ഡയറക്ഷനിൽ നമ്മുടെ റെയിലിന് ഒരു മൂവ്മെൻറ്റ് സംഭവിക്കുകയും ചെയ്യുന്നു. ഓക്കെ, അങ്ങനെ ഉണ്ടാകുന്ന ക്രീപ്പിനെയാണ് നമ്മൾ പെർക്കഷൻ തിയറിയുടെ ബേസിലുള്ള ക്രീപ്പായിട്ട് പറയാറുള്ളത്. മനസ്സിലായോ? കാര്യം ഇപ്പോൾ ക്ലിയർ ആയോ? ഓക്കെ, അപ്പം എവിടെയാണ് പെർക്കഷൻ തിയറിയുടെ ബേസിലുള്ള ക്രീപ്പ് ഉണ്ടാകുന്നത് എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം റെയിൽ ജോയിന്റിലാണ് പെർക്കഷൻ തിയറിയുടെ ബേസിലുള്ള ക്രീപ്പ് ഫോം ചെയ്യുന്നത് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ അതെല്ലാവർക്കും ക്ലിയർ ആയോ? എല്ലാവർക്കും ക്ലിയർ ആയില്ലേ? ഓക്കെ, അപ്പം നിങ്ങൾ ഇതന്നെ ആലോചിച്ചാൽ മതി. നോർമലി നമ്മൾ നല്ല റോഡ് സർഫസിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു കുഴിയിൽ നമ്മുടെ വണ്ടി വീണ് കഴിഞ്ഞാൽ മൊത്തത്തിലൊരു ജർക്കിങ് നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും അല്ലേ. അതേപോലെ തന്നെയാണ് സ്ട്രെയിറ്റ് ആയിട്ട് നല്ല ലെവലായിട്ടുള്ള റെയിലിലൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഈ ജോയിന്റിൽ വന്ന് വീഴുമ്പോൾ അതൊരു ബാറ്ററിങ് ആക്ഷൻ നമ്മുടെ റെയിൽസിൽ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ആ ബാറ്ററിങ് ആക്ഷൻ കാരണമാണ് റെയിലിന് ഫോർവേഡ് ഡയറക്ഷനിലേക്ക് മൂവ്മെൻറ്റ് ഉണ്ടാകുന്നത്. ഓക്കെ, അതാണ് നമ്മൾ പെർക്കഷൻ തിയറിയുടെ ബേസിൽ പറയുന്നത്. സോ ഇനി ഈ പെർക്കഷൻ തിയറി കാരണം ക്രീപ്പ് ഉണ്ടാകാനുള്ള റീസൺസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമുക്കറിയാം ഇത് റെയിൽ ജോയിന്റിൽ ഉണ്ടാകുന്നതാണ് അല്ലേ. ഇപ്പോൾ രണ്ട് റെയിലുകളെ തമ്മിൽ നമ്മൾ ഒരു ജോയിന്റിൽ കണക്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് ഇതുപോലെ ഫിഷ് പ്ലേറ്റുകളും ഫിഷ് ബോൾട്ടുകളും വെച്ചിട്ടാണ്. ഇവരായിട്ട് നല്ല ടൈറ്റിൽ ഇവരെ ഹോൾഡ് ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ ഈ പറയുന്ന ഫിഷ് ബോൾട്ടും ഫിഷ് പ്ലേറ്റും ഒക്കെ നിങ്ങൾ വിചാരിക്കാം അത് ലൂസ് ആണെന്നുണ്ടെങ്കിൽ, ഫിഷ് ബോൾട്ട് ലൂസ് ആണെന്നുണ്ടെങ്കിൽ എന്താ ഉണ്ടാവുക? ഇവിടെയുള്ള റെയിലും ലൂസ് ആയിരിക്കും അല്ലേ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ വീല് വന്ന് വീഴുന്ന ഇമ്പാക്റ്റ് ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും റെയിലിന് മൂവ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടായിരിക്കും. കുറച്ചും കൂടി ഈസി ആയിട്ട് അവർക്ക് മൂവ് ചെയ്യാനും പറ്റും. സോ അതാണ് ഒരു റീസൺ ഫിഷ് പ്ലേറ്റ് ലൂസ് ആകുന്നത്. പിന്നെ നമുക്ക് പറയുന്നത് വേൺ ഔട്ട് ആയിട്ടുള്ള ഫിഷ് പ്ലേറ്റ് ആണ് അവിടെ ഉള്ളതെങ്കിലും ഈ ഒരു പ്രശ്നം ഉണ്ടാകുന്നുണ്ട്. ദെൻ ഈ പറയുന്ന നമ്മുടെ ജോയിന്റിന് താഴെയുള്ള ബല്ലാസ്റ്റ് പാക്കിംഗ് എന്ന് പറയുന്നത്, ബല്ലാസ്റ്റ് പാക്കിംഗ് വളരെ ലൂസ് ആണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രശ്നം ഉണ്ടാകും. അതുപോലെ തന്നെ
ഈ ഗ്യാപ്പ് വളരെ കൂടുതലാണ്. നമ്മുടെ റോഡായിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കിയേ, ചെറിയ കുഴികളിൽ വീഴുമ്പോൾ നമുക്ക് വലിയ പ്രശ്നം ഉണ്ടാവില്ല, പക്ഷെ ഒരുപാട് വലിയ കുഴികളിൽ വീഴുമ്പോൾ അത് നമ്മളെ നല്ലോണം എഫക്റ്റ് ചെയ്യും അല്ലേ. അതേപോലെ തന്നെയാണ് ഈ ഗ്യാപ്പ് ഡിസ്റ്റൻസ് വളരെയധികം കൂടുതലാണെങ്കിൽ അതും നമ്മളെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ദെൻ അതുപോലെ തന്നെ ഹെവി ആയിട്ടുള്ള വീൽ ലോഡുകൾ, നല്ല ഫാസ്റ്റ് ആയിട്ടുള്ള ട്രെയിനും അതുപോലെ നല്ല ഹെവി ആയിട്ടുള്ള ആക്സിൽ ലോഡും കണ്ടിന്യൂസ് ആയിട്ട് ട്രാക്കിലൂടെ മൂവ് ചെയ്യുന്നതും ഇതിനൊരു റീസൺ ആണ്. റീസൺ ആണ്. അപ്പോൾ ഇതൊക്കെയാണ് ക്രീപ്പ് എന്ന് പറയുന്നത് പെർക്കഷൻ തിയറിയുടെ ബേസിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കാം. ദെൻ ഇനി നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് ഡ്രാഗ് തിയറിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ക്രീപ്പിനെ കുറിച്ചാണ് നെക്സ്റ്റ് നമുക്ക് പറയാനായിട്ടുള്ളത്. അപ്പോൾ ഡ്രാഗ് തിയറിയുടെ ബേസിലുള്ള ക്രീപ്പ് നമ്മൾ പറയുന്ന സമയത്ത് നമുക്ക് പറയാം, ഒരു ട്രെയിനിന് നമുക്ക് 2 ടൈപ്പ് ഓഫ് വീലുകൾ ഉണ്ട് എന്ന് നമുക്ക് പറയാം. ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഒന്ന് ഡ്രൈവിംഗ് വീലും അതുപോലെ തന്നെ മറ്റൊന്നാണ് ദാറ്റ് ഇസ് റോളിംഗ് വീല്. ഡ്രൈവിംഗ് വീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എൻജിൻ്റെ വീലാണ്. അതുപോലെ തന്നെ റോളിംഗ് വീൽ എന്ന് പറഞ്ഞാൽ റോളിംഗ് സ്റ്റോക്ക്, നമ്മുടെ ഈ പറയുന്ന റോളിംഗ് സ്റ്റോക്കിൻ്റെ വീലാണ് റോളിംഗ് വീൽ എന്ന് പറയുന്നത്. സോ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, അതായത് ഈ ഡ്രൈവിംഗ് വീലിൽ ഉണ്ടാകുന്ന ബാക്ക്വേർഡ് ത്രസ്റ്റ് നമ്മുടെ റെയിലിനെ ബാക്ക്വേർഡ് ഡയറക്ഷനിലോട്ട് പിടിച്ചു വലിക്കുകയും അതേപോലെ തന്നെ നമ്മുടെ ലോക്കോമോട്ടീവിൻ്റെ വീലിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ റോളിംഗ് സ്റ്റോക്കിൻ്റെ വീലിൽ ഉണ്ടാകുന്ന എഫക്റ്റ് അത് നമ്മുടെ റെയിലിനെ ഫോർവേഡ് ഡയറക്ഷനിലേക്ക് പിടിച്ചു വലിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ റിസൾട്ടായിട്ട് ഉണ്ടാകുന്ന ക്രീപ്പിനെയാണ് നമ്മൾ ഡ്രാഗ് തിയറിയുടെ ബേസിലുള്ള ക്രീപ്പായിട്ട് പറയാം. അതായത് അവിടെ വരുന്നത് ഇത്രയേ ഉള്ളൂ. അതായത് 2 തരത്തിലുള്ള വീൽസ് ആണ് ഒരു റെയിലിൽ ഉണ്ടാവുക എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ഒരു ട്രെയിനിന് ഉണ്ടാവുക എന്ന് പറഞ്ഞു. എൻജിൻ്റെ വീലുണ്ട്, എൻജിൻ്റെ വീലാണ് ഡ്രൈവിംഗ് വീല്. അതുപോലെ തന്നെ നമ്മുടെ റോളിംഗ് സ്റ്റോക്കിൻ്റെ വീലായിട്ടുള്ള റോളിംഗ് വീൽ ഉണ്ടാവും. അപ്പം ഈ എൻജിൻ്റെ വീലായിട്ടുള്ള ഡ്രൈവിംഗ് വീലിൽ ഒരു ബാക്ക്വേർഡ് ത്രസ്റ്റ് ഉണ്ടാകുമ്പോൾ അത് റെയിലിനെ പിന്നിലോട്ടാണ് പിടിച്ചു വലിക്കാം. ദെൻ നമ്മുടെ റോളിംഗ് സ്റ്റോക്കിൻ്റെ വീലിന് ഫോർവേഡ് ഡയറക്ഷനിലാണ് മൂവ്മെൻറ്റ് എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ റെയിലിനെ മുന്നിലോട്ടാണ് പിടിച്ചു വലിക്കാം. അപ്പോൾ ഏത് ഡയറക്ഷനിലാണോ ട്രാഫിക് ഡോമിനൻ്റ് ആയിട്ട് വരുന്നത് ആ ഡയറക്ഷനിലോട്ടായിരിക്കും നമ്മുടെ റെയിലിൻ്റെ മൂവ്മെൻറ്റ് സംഭവിക്കുന്നുണ്ടായിരിക്കാം. അപ്പോൾ ഇങ്ങനെ ഉണ്ടാകുന്ന ക്രീപ്പിനെയാണ് നമ്മൾ ഡ്രാഗ് തിയറിയുടെ ബേസിലുള്ള ക്രീപ്പായിട്ട് പറയാറുള്ളത്. അപ്പോൾ ഇതാണ് നമ്മൾ ക്രീപ്പിനെ ഡിഫൈൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന 3 തിയറികൾ എന്ന് പറയുന്നത്. ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട 3 തിയറികൾ? വേവ് തിയറി ഉണ്ട്, പെർക്കഷൻ തിയറി ഉണ്ട്, അതുപോലെ തന്നെ നമുക്ക് ഡ്രാഗ് തിയറിയും വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാവർക്കും ക്ലിയർ ആയില്ലേ? എല്ലാവർക്കും ഇത് അല്ലേ? ഇനി ഇത് കൂടാതെ നമുക്ക് ക്രീപ്പ് ഉണ്ടാവാനുള്ള മറ്റുള്ള കാരണങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മറ്റുള്ള കാരണങ്ങളിലേക്ക് നമുക്ക് പോകാം. ഇനി വേണമെങ്കിൽ നിങ്ങളോട് ഇങ്ങനെയുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. അതായത് തന്നിട്ടുള്ളതിൽ ഏതൊക്കെ റീസൺ ആണ് ഒരു ട്രാക്കിൽ ക്രീപ്പ് ഉണ്ടാവാനുള്ള കാര്യം എന്ന് ചോദിക്കാം. അപ്പോൾ അതിൽ വരുന്ന ഒന്നാമത്തെ ഒരു റീസൺ ആണ് ഗ്രേഡ് ഓഫ് ദ ട്രാക്ക്. അതായത് ഒരു ട്രാക്കിലുള്ള ഗ്രേഡിയൻറ്റ്, എസ്പെഷ്യലി ഒരു സ്റ്റീപ്പ് ആയിട്ടുള്ള ഗ്രേഡിയൻ്റ് ആണെങ്കിൽ അവിടെ ക്രീപ്പ് ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. അതായത് നമ്മുടെ ട്രെയിൻ എന്ന് പറയുന്ന ഒരു നല്ല ഹെവി ആയിട്ടുള്ള ആക്സിലോഡുമായിട്ട് ഒരു ഡൗൺവേർഡ് ഡയറക്ഷനിലോട്ട് മൂവ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ക്രീപ്പ് വളരെ കൂടുതലായിട്ടായിരിക്കും ഉണ്ടാകുന്നുണ്ടായിരിക്കാം. ദെൻ മറ്റൊരു റീസൺ ആണ് നമ്മുടെ ട്രെയിനിൻ്റെ സ്റ്റാർട്ടിങ് ഓർ സ്റ്റോപ്പിംഗ് ഓപ്പറേഷൻ. അതായത് നമ്മുടെ നിർത്തിയിട്ടിരിക്കുന്ന ഒരു ട്രെയിൻ നമ്മൾ പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോഴും അതുപോലെ തന്നെ പെട്ടെന്ന് ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിനെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യുകയും ചെയ്യുന്ന സമയത്ത് അതിൻ്റെ വീലിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടാണോ ഉണ്ടാവുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഡയറക്ഷനിലോട്ട് എന്തുണ്ടാവാനുള്ള സാധ്യതയുണ്ട്? അവിടെ ക്രീപ്പ് ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട്. അതും ഒരു റീസൺ തന്നെയാണ്. മറ്റൊരു റീസൺ ആയിട്ട് പറയാൻ പറ്റുക ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ആണ്. ഓൾറെഡി നമുക്കറിയാം റെയിൽ സെക്ഷനുകളിൽ ടെമ്പറേച്ചർ ചേഞ്ച് വരുന്ന സമയത്ത് ഇവർക്ക് എക്സ്പാൻഷൻ സംഭവിക്കാനുള്ള സാധ്യതകൾ ഉണ്ടെന്ന് അറിയാം. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ സഫീഷ്യൻ്റ് ആയിട്ടുള്ള എക്സ്പാൻഷൻ ഗ്യാപ്പുകൾ റെയിൽ സെക്ഷന് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഓൾറെഡി ഈ പറയുന്ന ടെമ്പറേച്ചർ കാരണം റെയിലിന് എക്സ്പാൻഷൻ ഉണ്ടാവുന്നുണ്ട്. അപ്പം നല്ല ഹോട്ടർ ആയിട്ടുള്ള ക്ലൈമറ്റ് ആണെങ്കിൽ അവിടെ ക്രീപ്പ് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. കുറച്ചും കൂടി ഈസി ആയിട്ട് റെയിലിന് മൂവ്മെൻറ്റ് ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. ദെൻ മറ്റൊന്നാണ് ട്രാക്കിൻ്റെ അലൈൻമെൻറ്റ്. അതായത് നോർമലി ഉള്ള ഒരു സ്ട്രെയിറ്റ് ട്രാക്കിനെ വെച്ച് കമ്പയർ ചെയ്ത് നമ്മൾ നോക്കുന്ന സമയത്ത് ക്രീപ്പ് കൂടുതലായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുക കർവ്ഡ് ആയിട്ടുള്ള ട്രാക്കുകളിലാണ്. കർവ്ഡ് ട്രാക്കുകളിലാണ് അധികവും
കാണാനായിട്ട് സാധിക്കാം. പിന്നെ അതുപോലെ തന്നെ അൺബാലൻസ്ഡ് ആയിട്ടുള്ള ട്രാക്ക്. ഇപ്പം നമ്മളൊരു സിംഗിൾ ലൈൻ ട്രാക്ക് എടുത്തു എന്ന് വിചാരിക്കാം. ഈ സിംഗിൾ ലൈൻ ട്രാക്കിലൂടെ ഒരേ ഡയറക്ഷനിൽ മാത്രം ഹെവി ആയിട്ടുള്ള ആക്സിലോഡുകൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? അവിടെ ക്രീപ്പ് ഉണ്ടാവാനുള്ള ടെൻഡൻസി കൂടുതലാണ്. നേരെ മറിച്ച് ആ സിംഗിൾ ലൈൻ ട്രാക്കിലൂടെ ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ് ഡയറക്ഷനിലേക്ക് ഒരേ വെയിറ്റിലുള്ള ട്രെയിനുകളാണ് പോയിക്കൊണ്ടിരിക്കുന്നതെന്നുണ്ടെങ്കിൽ ക്രീപ്പ് അവിടെ ബാലൻസ് ആയിപ്പോവും. അല്ലാത്ത പക്ഷം അവിടെ ക്രീപ്പ് ഉണ്ടാവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ദെൻ അതുപോലെ തന്നെ നമ്മൾ ഓൾഡർ ആയിട്ടുള്ള റെയിൽ സെക്ഷൻസ് ആണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അവിടെയും ക്രീപ്പിനുള്ള സാധ്യതകൾ കൂട്ടുന്നതാണ്. ഇനി ഇതൊന്നും കൂടാതെ പിന്നെ നമ്മൾ പ്രധാനമായിട്ടും ക്രീപ്പ് ഉണ്ടാവാനുള്ള ഒരു റീസൺ ആയിട്ട് പറയുന്നത് ട്രാക്കിൻ്റെ മെയിൻ്റനൻസിലുള്ള പ്രശ്നമാണ്. ഇപ്പോൾ പ്രധാനമായിട്ടും നമ്മൾ പറയുമ്പം എന്തുണ്ടാവാണ്, നമ്മൾ ഫിഷ് ബോൾട്ടും ഫിഷ് പ്ലേറ്റും പ്രോപ്പറായിട്ട് ടൈറ്റൻ ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ സ്പൈക്കുകളൊക്കെ ലൂസായിട്ടാണ് ഇരിക്കുന്നത്, ബല്ലാസ്റ്റ് പാക്കിങ് കറക്റ്റ് അല്ല, ഇങ്ങനെയുള്ള വിഷയങ്ങൾ കൊണ്ടും ട്രാക്കിൽ ക്രീപ്പ് ഉണ്ടാവാം, റെയിൽ സെക്ഷൻ്റെ മൂവ്മെൻറ്റ് ഉണ്ടാവാം. അപ്പോൾ ഇതൊക്കെ നമുക്ക് ക്രീപ്പിനുള്ള കാരണങ്ങളായിട്ട് പറയാവുന്നതാണ്. ഓക്കെ, ദെൻ ഇനി ക്രീപ്പ് കാരണം ഉണ്ടാകുന്ന എഫക്റ്റുകൾ എന്തൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും. അതായത് ഈ പറയുന്ന റെയിൽസിന് ഉണ്ടാകുന്ന മൂവ്മെൻറ്റുകളാണ് അല്ലേ. അപ്പോൾ ഈ റെയിൽ സെക്ഷൻസ് മൂവ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ താഴെയുള്ള സ്ലീപ്പറുകളുണ്ട്. ഈ സ്ലീപ്പറുകളും റെയിലും തമ്മിൽ പ്രോപ്പറായിട്ടുള്ള കണക്ഷനിലല്ല ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇവരുടെ പൊസിഷനിൽ ചേഞ്ച് വരാം. നേരെ ഇരിക്കുന്ന സ്ലീപ്പർ ചിലപ്പോൾ എന്തുണ്ടാവാം, ഇതുപോലെ ചെരിഞ്ഞു പോകാനൊക്കെയുള്ള സാധ്യതയുണ്ട്. സ്ലീപ്പർ അതിൻ്റെ കറക്റ്റ് പൊസിഷനിൽ നിന്ന് പുറത്തോട്ട് പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. അതൊരു കാരണമായിട്ട് നമുക്ക് പറയാം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ റെയിൽ സെക്ഷനിടയിലുള്ള ഗ്യാപ്പ് ഡിസ്റ്റർബ്ഡ് ആവും. നമ്മൾ ഫസ്റ്റ് കണ്ട ഫിഗറിൽ കണ്ടതാണ്. നമ്മൾ പ്രോപ്പറായിട്ട് ഒരു എക്സ്പാൻഷൻ ജോയിൻറ്റ് കൊടുത്തിരുന്നു, പക്ഷെ ക്രീപ്പ് കഴിഞ്ഞപ്പോൾ ഇതുപോലെ ആ ഗ്യാപ്പ് കംപ്ലീറ്റ് ആയിട്ട് പോയി. അപ്പം അവിടെ ഗ്യാപ്പിൽ നമ്മൾ കൊടുത്തിട്ടുള്ള എക്സ്പാൻഷൻ ഗ്യാപ്പിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാം. അപ്പോൾ നമുക്ക് ഈ ഒരു എക്സ്പാൻഷൻ ഗ്യാപ്പ് ഇല്ലെങ്കിൽ പിന്നത്തെ പ്രശ്നം എന്താണ്, പ്രോപ്പറായിട്ട് നമ്മുടെ റെയിൽ സെക്ഷനെ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ആ റെയിൽസ് എന്ത് ചെയ്യാൻ തുടങ്ങും, പുറത്തോട്ട് വളയാൻ തുടങ്ങും അല്ലേ. അവിടെ എന്തുണ്ടാവും, ബക്ലിംഗ് ഉണ്ടാവും. റെയിൽ സെക്ഷനുകൾക്ക് ബക്ലിംഗ് ഉണ്ടാവും. അപ്പോൾ ബക്ലിംഗ് ഒരു പ്രശ്നമാണ്. ദെൻ പിന്നെ ഈ പറയുന്ന ബക്ലിംഗ് ഉണ്ടാവുക, അല്ലെങ്കിൽ ഗ്യാപ്സ് ഡിസ്റ്റർബ്ഡ് ആവുക. ദെൻ അതുപോലെ തന്നെ സ്ലീപ്പറൊക്കെ ഔട്ട് ഓഫ് പൊസിഷനിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മുടെ ട്രാക്കിൻ്റെ അലൈൻമെൻറ്റിൽ വ്യത്യാസം വരും. അതുപോലെ തന്നെ ട്രാക്കിലുള്ള ഗേജ് ഡിസ്റ്റൻസിലൊക്കെ വ്യത്യാസം വരും. ഇതൊക്കെ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ നമ്മുടെ പോയിന്റ് ആൻഡ് ക്രോസിങ്സ് അവിടെ ഡിസ്റ്റർബ്ഡ് ആവും. അപ്പോൾ ഡീറെയിൽമെൻറ്റ് വരെ ഉണ്ടാകാനുള്ള ചാൻസസ് അവിടെ ഉണ്ടാകുന്നുണ്ട് കേട്ടോ. ഓക്കെ, അത് ക്രീപ്പിൻ്റെ ഒരു എഫക്റ്റ് ആയിട്ട് നമുക്ക് പറയാവുന്നതാണ്. ഓക്കെ, ദെൻ ഇനി നമ്മൾ ക്രീപ്പിനെ കുറിച്ച് പഠിക്കുമ്പം നമുക്ക് അറിയേണ്ട ഒരു കാര്യമാണ് ക്രീപ്പ് എങ്ങനെയാണ് മെഷർ ചെയ്യുന്നത്. ക്രീപ്പ് ഇൻഡിക്കേറ്റർ ഉപയോഗിച്ചുകൊണ്ടാണ് നമുക്കൊരു ട്രാക്കിലുള്ള ക്രീപ്പിനെ മെഷർ ചെയ്യാനായിട്ട് സാധിക്കുക. അപ്പോൾ ഈ ക്രീപ്പ് നമ്മൾ എപ്പോൾ മെഷർ ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 3 മാസം കൂടുമ്പോൾ നമ്മൾ ക്രീപ്പിനെ മെഷർ ചെയ്യേണ്ടതുണ്ട്. ദെൻ മാക്സിമം പെർമിസിബിൾ ആയിട്ടുള്ള ക്രീപ്പ് എന്ന് പറയുന്നത് 150 mm കൂടുതലാവരുത് എന്നാണ് പറയാം. ഓക്കെ, മാക്സിമം പെർമിസിബിൾ ആയിട്ടുള്ള ക്രീപ്പ് എന്ന് പറയുന്നത് നോട്ട് മോർ ദാൻ 150 mm എന്നാണ് ഒരു സ്റ്റാൻഡേർഡ് ട്രാക്കിൻ്റെ കേസിൽ പറയുന്നത്. മാത്രമല്ല നമ്മളൊരു സിംഗിൾ ട്രാക്ക് എടുക്കുന്ന സമയത്ത് ഒരിക്കലും 6 റെയിലിൽ കൂടുതൽ ഇതുപോലെ ജാമായിട്ട് കാണാനും പാടില്ല. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ആരെക്കുറിച്ച് പറയാറുള്ളത്, ക്രീപ്പുമായിട്ട് റിലേറ്റ് ചെയ്ത് പറയാറുള്ളത്. അപ്പം എല്ലാവർക്കും ക്രീപ്പിനെ കുറിച്ചുള്ള കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു. അപ്പം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും, ഇപ്പം നമ്മുടെ വർക്ക് സൂപ്രണ്ട് എക്സാമിൻ്റെ റിസൾട്ട്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഒട്ടനവധി റാങ്കുകൾ നമുക്ക് വന്നിട്ടുണ്ട്. അതിൽ ടോപ്പ് 10 പൊസിഷനിൽ വന്നിട്ടുള്ള 3 പേരാണ് നിങ്ങൾക്കിപ്പോൾ കാണുന്നുണ്ടായിരിക്കും. ഫസ്റ്റ് റാങ്ക്, 6th റാങ്ക്, 7th റാങ്ക് ഒക്കെ നമുക്ക് തന്നെയാണ് നമ്മുടെ ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ സ്റ്റുഡൻസിനാണ് കിട്ടിയിട്ടുള്ളത്. അപ്പം സൈലം ടെക്നിക്കലിൻ്റെ ഓവർസിയർ ഓൺലൈൻ അല്ലെങ്കിൽ ഓഫ്ലൈൻ ബാച്ചുകൾക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനായിട്ട് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ബാച്ചസ് ഉടനെ സ്റ്റാർട്ട് ചെയ്യാണ്. ജൂലൈ 2-ാം തീയതിയാണ് ഓഫ്ലൈൻ ബാച്ചുകൾ കാലിക്കറ്റ് ക്യാമ്പസിൽ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. ജൂലൈ 10 മുതലാണ് ഓൺലൈൻ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വന്ന് പഠിക്കാൻ സൗകര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ഓഫ്ലൈൻ ബാച്ച് ചൂസ് ചെയ്യാവുന്നതാണ്. അപ്പം ആദ്യത്തെ 10 ക്ലാസ്സുകൾ കംപ്ലീറ്റ് ആയിട്ട് ഫ്രീ ആയിട്ടായിരിക്കും കേട്ടോ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവുക. ഓഫ്ലൈൻ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, അതുപോലെ ഓൺലൈൻ ക്ലാസ്സുകളാണെങ്കിൽ നിങ്ങൾക്ക് വീട്ടിലിരുന്ന് നിങ്ങളുടെ സമയത്തിനനുസരിച്ച് പഠിക്കാം. അപ്പം അത് സ്റ്റാർട്ട് ചെയ്യുന്നത് ജൂലൈ 10-ാം തീയതിയാണ്. അപ്പം
നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ പറയുന്ന ഓഫ്ലൈൻ ബാച്ചിലേക്കോ ഓൺലൈൻ ബാച്ചിലേക്കോ അഡ്മിഷൻ എടുക്കാനായിട്ട് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ചിട്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്തിട്ട് അഡ്മിഷൻ എടുക്കുക കേട്ടോ. അപ്പോൾ ഡേറ്റ് നിങ്ങൾ മറക്കരുത്, ജൂലൈ 2-ാം തീയതി, ജൂലൈ 10-ാം തീയതി. ഇപ്പോൾ അധികം ദിവസമില്ല അല്ലേ, ഇനി വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. പരമാവധി ഫസ്റ്റ് ക്ലാസ് തൊട്ട് തന്നെ ജോയിൻ ചെയ്ത് പഠിക്കാനായിട്ട് നോക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് അടുത്ത സെഷനിൽ കാണാം. താങ്ക്